അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വിങ്ങലുണ്ട്. കൊപ്പയിലെ ഇബ്രാഹിം എന്ന ആളുടെ പൊന്നുമകൻ, ആ കുടുംബത്തിൻ്റെ, ആ വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് ഉയർന്ന കേഴുന്ന ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തട്ടുന്ന അഷ്ഫാഖ്, ആ കൊച്ചു ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരൻ നമ്മിന്ന് വിട പറഞ്ഞ വാർത്ത വളരെ ദുഃഖത്തോടു കൂടിയാണ് നാം കേട്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ സുരക്ഷിതമായ കൊട്ടാരത്തിനുള്ളിലാണെങ്കിൽ പോലും മരണം ഒരു യാഥാർത്ഥ്യമാണ്. മുൻകൂട്ടി അത് ഒരു മനുഷ്യൻ മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുമ്പ് പോലും അറിയില്ല. മുൻകൂട്ടി അനുവാദം ചോദിക്കാതെ വരുന്ന അതീതിയാണ് മരണം. ചിലപ്പോൾ അത് വാർദ്ധക്യത്തിൻ്റെ നരച്ച മുടികളിലായിരിക്കാം. എന്നാൽ ചെറിയ ചെറിയ പ്രായമുള്ള ആളുകൾ നമ്മിൽ ഇങ്ങനെ വിട പറയുന്ന ഓരോ വാർത്തകൾ, നമ്മുടെ പ്രിയങ്കരനായ അഷ്ഫഖിൻ്റെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണമാണ്. അഷ്ഫഖിൻ്റെ മരണം നമ്മെ പഠിപ്പിക്കുന്നത് ശ്വാസത്തിന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വാപ്പയുടെ മകൻ മരിക്കുമ്പോൾ ആ ഉമ്മയുടെയും വാപ്പയുടെയും വേദന നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ആശ്വാസം, ഒരു പ്രസക്തമായൊരു സംഭവം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ധീര സ്വഹാബി വനിതയുടെ ഒരു കഥ. അവരുടെ മകൻ മരണപ്പെട്ട ദിവസം ഭർത്താവ് അബൂ ത്വൽഹ വീട്ടിലുണ്ടായിരുന്നില്ല. മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഉമ്മ തൻ്റെ ഭർത്താവിനെ വിഷമിപ്പിക്കാതെ ആ മയ്യത്തിനെ പുതപ്പിച്ച് ഭർത്താവിനറിയാതെ ഇങ്ങനെ കിടത്തി ഉറക്കിയിരിക്കുകയാണ്. ഭർത്താവ് വന്നപ്പോൾ ഭക്ഷണം നൽകി, ഭർത്താവിനെ സന്തോഷിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചു, അബൂ ത്വൽഹ, ഒരാൾ നമുക്ക് ഒരു സാധനം കടം തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അയാളത് തിരിച്ചു ചോദിച്ചാൽ നാം അത് നൽകേണ്ടതില്ലേ എന്നായിരുന്നു ചോദ്യം ഉമ്മു സുലൈമയുടേത്. അബൂ ത്വൽഹ പറഞ്ഞു, അതെ, ചോദിച്ചത് ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്, അത് തിരിച്ചു നൽകണം. എങ്കിൽ അള്ളാഹു നമുക്ക് തന്ന മകൻ അള്ളാഹു തിരിച്ചു ചോദിച്ചിരിക്കുന്നു, നമ്മുടെ മകൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഭർത്താവിനെ അറിയിച്ചു. വല്ലാത്ത ദുഃഖിതനായി അബൂ ത്വൽഹ. ഈ കഥ വിവരിക്കുമ്പോൾ ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്ഫഖിന് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ഒരു ഹദീസിലൂടെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അന്ന അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ മാതൽ വലദുൽ അബ്ദി, ഒരു അടിമയുടെ കുട്ടി മരണപ്പെട്ടാൽ, ഖാല അല്ലാഹു ലിൽ മലായികത്തി, അവൻ്റെ മലക്കിനോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കരലിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചുവല്ലോ, റൂഹ് പിടിച്ചുവല്ലോ. ഫയഖൂലൂൻ, അവർ പറയും, നാം, അതെ. ഫയഖൂൽ, അള്ളാഹു ചോദിക്കും, ഖബൽതും സമറത ഫുആദി, ഫയഖൂൽ നാം. ഫയഖൂൽ മാദാ ഖാല അബ്ദി, എൻ്റെ മകൻ്റെ എൻ്റെ അടിമയുടെ കരലിൻ്റെ കഷ്ണം റൂഹും പിടിക്കുമ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? മാദാ ഖാൽ അബ്ദി. ഫയഖൂലു, മലക്കുകൾ പറയുന്നുണ്ട്, ഫയഖൂലൂന ഹമിദക്കല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചു അവരു എന്ന് പറയും. ഫയഖൂലുല്ലാഹ്, അള്ളാഹു പറയും, ഇബ്നൂലി അബ്ദി, എൻ്റെ അടിമക്ക് നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം, ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട്.
വസമ്മാഹു ബൈത്തുൽ ഹംദ്. ബൈത്തുൽ ഹംദ് എന്നാണ് ആ വീടിൻ്റെ പേര്. ബൈത്തുൽ ഹംദ് എന്നുള്ള വീട്, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകും. പല രീതിയിൽ നമുക്ക് പരീക്ഷണങ്ങൾ വരും. ആ സമയത്ത് നാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അഷ്ഫഖ് എന്ന ആ കുട്ടിയുടെ, ആ ചെറുപ്പക്കാരൻ്റെ മരണം തീർച്ചയായും വലിയ സങ്കടമുള്ള മരണമാണ്. ആ കുടുംബം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അക്ഷമ കൈകൊള്ളുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് സ്വർഗമാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൊപ്പയിലെ ഈ സംഭവം നമുക്കൊരു പാഠമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ അരികിലിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ഏതു നിമിഷവും അള്ളാഹുവിൻ്റെ വിളി വരാം. നമുക്ക് ദുആ ചെയ്യാം, യാ അല്ലാഹ്, ആ ചെറുപ്പക്കാരന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവൻ്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണമേ. അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും ഈ വിയോഗം സഹിക്കാനും സ്വബ്റൻ ജമീല നൽകി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും അഷ്ഫാഖിനെയും നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.